വാഴ 2 സിനിമ കണ്ടതിന് ശേഷമുള്ള ഒരു ഫുൾ റിവ്യൂ ആണേ. എനിക്ക് ഫസ്റ്റ് ഹാഫ് അത്ര ഗംഭീരമായിട്ട് തോന്നിയില്ല. സാധാരണ ഒരുപാട് വലിച്ചു നീട്ടില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രം ചിരിക്കാനുള്ള ഒരു ഫസ്റ്റ് ഹാഫ്. നമ്മുടെ സവിൻസായാണ് ഡയറക്ടർ, വിപിൻ ദാസ് ആണ് ഇത് എഴുതിയതും ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന വിപിൻ ദാസ് ആണ്. ഇതിന്റെ സെക്കൻഡ് ഹാഫ് വരുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് രംഗങ്ങളുണ്ട്. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ടാണ് എടുത്തേക്കുന്നത് പല രംഗങ്ങളും. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ +1+2 കുട്ടികൾ നിർബന്ധമായും പോയി കാണേണ്ട ഒരു സിനിമ. കാരണം +1+2 കഴിയുമ്പം എത്രയും പെട്ടെന്ന് +1 എത്തുമ്പോൾ തന്നെ അവരുടെ ആലോചന എന്ന് പറയുന്നത് UK-ലോ കാനഡയിലോ ജർമ്മനിയിലോ ഒക്കെ പോകാനാണ്. ഇവര് UK-ലോ ജർമ്മനിയിലോ ഒക്കെ പോകുന്നവരുടെ കഷ്ടപ്പാടുകൾ, എങ്ങനെയാണ് അവരുടെ ജീവിതം, നമ്മൾ ഈ കാണുന്ന ഇൻസ്റ്റയോ അല്ലെങ്കിൽ ട്വിറ്ററോ ഒന്നും മാത്രം ഫോട്ടോസ് മാത്രമല്ല അവിടെ അവരനുഭവിക്കുന്ന ഇപ്പുറത്ത് ഒരു വശത്ത് മാതാപിതാക്കൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ, പിന്നെ ലഹരിക്ക് അടിമയാകുമ്പം അതിൽ നിന്നൊക്കെ എത്രമാത്രം സമൂഹത്തിൽ കുറ്റപ്പെടുത്തുന്നു, ഇങ്ങനെയുള്ള കുറെ നല്ല ഇമോഷണലി കണക്ട് സെക്കൻഡ് ഹാഫിലുണ്ട്. പിന്നെ ക്ലൈമാക്സ് സ്പോയിലർ ആയതുകൊണ്ട് പറയുന്നില്ല, നല്ലൊരു കൈയിടി കിട്ടുന്ന ഒരു നല്ലപോലെ കണക്ട് ചെയ്യുന്ന ഒരു ക്ലൈമാക്സ് ഉണ്ട്. സെക്കൻഡ് ഹാഫ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും പൊതുവെ 2.25 മണിക്കൂർ എന്ന് പറയുന്നത് ദൈർഘ്യം വളരെ കൂടുതലാണെന്ന് തോന്നുന്നു. കാരണം ഒരു 2.25 മണിക്കൂറിലൊക്കെ ഒതുക്കി നിർത്താവുന്ന പല സീനുകളും വലിച്ചടച്ചിട്ടുണ്ട്. ഇപ്പം ഒരു ഫോൺ വിളിച്ചിട്ട് നീ പോകല്ലേടാന്ന് പറഞ്ഞൊരു സീനൊക്കെ ഒരു 5-6 മിനിറ്റോളം അത് നീട്ടി. ഒരു വേണമെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നിർത്താവുന്ന സീൻ 5-6 മിനിറ്റോളം വലിച്ചു നീട്ടി. പൊതുവെ ഏത് പാർട്ടാണ്, വാഴ 1 ആണോ വാഴ 2 ആണോ, വാഴയുടെ ആദ്യത്തെ പാർട്ട് തന്നെയാണ് ഗംഭീരം. വാഴ 2 വളരെ മോശമായിട്ടില്ല, എന്നാലും ഒരു മസ്റ്റ് വാച്ച് ആണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന പഠിക്കുന്ന 10ാം ക്ലാസ് +1+2 കുട്ടികൾ നിർബന്ധമായും സെക്കൻഡ് ഹാഫ് പേരൻസിനോടൊപ്പം വന്ന് കാണണമെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. കാരണം അങ്ങനെ ഒന്ന് കണ്ടാൽ വളരെ ഇമോഷണലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് സീനുകളുണ്ട്. ഒരു ഫസ്റ്റ് ഹാഫ് ഒന്ന് പതറിയെങ്കിലും സെക്കൻഡ് ഹാഫ് കസറി എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എന്തായാലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാവും. അത് 80s കിഡ്സ് ആണെങ്കിലും 90s കിഡ്സ് ആണെങ്കിലും ഏത് എന്നാണെങ്കിലും സിനിമയാണ്. നമുക്ക് കാണുന്ന അഭിപ്രായങ്ങളാണ് നമ്മുടെ അഭിപ്രായങ്ങൾ.